ഒരു 100,000 സ്ഥലത്ത് ഹാവ് വരും. അതുകൊണ്ട് തന്നെ ഈ ഹാവ് ഇനി എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റുമോ? അതോ അങ്ങനെ പറ്റില്ലേ? ഞാൻ ഹാവ് പഠിപ്പിക്കുമ്പോഴേ ആൾക്കാർക്ക് ഈ ഹാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഇങ്ങനെ എന്ന് ഒരു ഫീലിംഗ് വരാറില്ലേ? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഹാവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബി പറഞ്ഞില്ലേ, അതുപോലെ അതിനേക്കാൾ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു വേർബാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഗ്രാമർ വേർഡായിട്ടും ഹാവ് വരും. ഇപ്പോൾ ഡു ഡസ് ഒക്കെ ഗ്രാമർ വേർഡ്സ് ആയിട്ടും വരും അല്ലേ? ഡു യു ഗോ, ഡു യു ഈറ്റ് എന്നൊക്കെ പറയുന്ന സെൻറ്റൻസുകൾ ഡു വരുന്നില്ലേ? അപ്പോൾ ആ ഡു ഗ്രാമറിന് വേണ്ടിയിട്ട് വരുന്നത്, അല്ലാതെ ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. ആ അർത്ഥമല്ല അവിടെ വരണേ. ഗ്രാമറിന് വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻറ്റ് കാണിക്കാൻ വേണ്ടി ഡു വരും. അതല്ലാണ്ട് ഡിഡ് യു ഡു യുവർ ഹോംവർക്ക് എന്ന് പറയുമ്പം ഡു ചെയ്യുക എന്നുള്ള അർത്ഥം വരും. ഇതുമാതിരിയാണ് ഹാവ്. ഇതുമാതിരിയല്ല, എൻ്റെ ഒരു ഏട്ടനാണ് ഹാവ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഹാവ് എന്ന് പറയുന്നത് ഗ്രാമർ വേർഡായിട്ട് വരും എന്ന് പഠിക്കും പ്രസൻറ്റ് പെർഫെക്റ്റിലൊക്കെ. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്ന് പറയും. ഈറ്റിന് പകരം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഹാവ് എ ഷവർ, കുളിക്കുക എന്നുള്ളതിന് ഹാവ് വരും. പിന്നെ അങ്ങനെ നമ്മൾ ഈ ING ഫോമിൻ്റെ കൂടെ ഒന്നും ഹാവ് ഉള്ളപ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയും. ഇതൊക്കെ കൂടി ആകുമ്പോഴേക്കും ആൾക്കാർക്ക് എന്നാൽ ഞാൻ ഹാവ് ഉപയോഗിക്കാണ്ട് ജീവിച്ചോളാം എന്നുള്ളൊരവസ്ഥ വരും. ഈ വീഡിയോയിൽ ഹാവ് ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട 5 കേസസ് ഞാൻ പറയാം. അപ്പോൾ അതങ്ങ് പഠിച്ചാൽ പിന്നെ ഈ ഹാവിനെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ബോധേഡാവണ്ട. ഈ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ അനന്തസാഗരമല്ലേ, നമ്മളവിടെ പകച്ച് നിൽക്കുന്ന ഒരു കുട്ടിയാണല്ലോ ഇപ്പം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കാലിട്ടിട്ടൊന്ന് വെള്ളമൊന്ന് ഇളക്കി നോക്കുക, കൈയിട്ടിട്ടൊന്ന് ഇളക്കി നോക്കുക, ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുക. പിന്നെ ഈ മൊത്തം വെള്ളവും നമ്മൾ എത്തിപ്പെടണം എന്ന് വിചാരിക്കാണ്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കുളിക്കാനും നീന്താനും മീൻ പിടിക്കാനൊക്കെ നമുക്ക് പറ്റണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം അല്ലേ? അതായത് നമ്മൾ മുഴുവൻ സാഗരത്തിൽ ഇങ്ങനെ നീരാടണം എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഐഡിയ ഇല്ലേ, അത് ആദ്യം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഇത് എനിക്കിത് കിട്ടുമോ പറ്റുമോ. അങ്ങനെയല്ല, നമുക്ക് എത്തിപ്പിടിക്കാവുന്ന കാര്യങ്ങളൊക്കെ ആദ്യം എത്തിപ്പിടിക്കാം. അതിനുശേഷം അതിന് തൊട്ടപ്പുറത്ത് എത്തിപ്പിടിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ പടിപടിയായിട്ട് പോകുക കേട്ടോ. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇംഗ്ലീഷ് മാത്രമല്ല ഏത് സംഭവം നിങ്ങൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്താലും അത് നിങ്ങൾക്കൊരു റിലാക്സേഷനും ഒരു ഇത്തിരി മനസ്സമാധാനമൊക്കെ തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ആണ് ഓവർവെൽംഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. അയ്യോ എനിക്ക് പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫീലിംഗ്. അപ്പോൾ അതൊന്നും വേണ്ട. ഹാവ് നമുക്ക് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാം. തുടങ്ങാം നമുക്ക്. നിങ്ങളിവിടെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ പേര് വിനി. കുറച്ച് കാലമായിട്ട് ഇവിടെ ഇംഗ്ലീഷൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഒരു ഫ്രീ ആയിട്ട് 16 വീഡിയോ ഉള്ളൊരു പ്ലേലിസ്റ്റ്, അതാണ് തുടക്കക്കാർക്ക് കണ്ടു തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിപ്പോൾ 4 മില്യൻ്റെ അടുത്ത് വ്യൂസൊക്കെ അതിലാവാറായി ആദ്യത്തെ വീഡിയോയിലേക്ക്. ഭയങ്കര സന്തോഷമാണ്. കുറേ പേരത് കണ്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. കുറച്ച് കാലം മുമ്പിട്ടതാണ്, പക്ഷേ എപ്പോഴും ഉപകാരപ്പെടുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ആ 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് താഴെ കോമെൻറ്റിൽ ഞാൻ ലിങ്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് നോക്കുക. ഇനി നിങ്ങൾക്ക് കോഴ്സ് എടുത്തിട്ട് ഇംഗ്ലീഷ് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് കോഴ്സ് ഞാൻ ഓൺലൈൻ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ലൈവായിട്ടിരുന്ന ക്ലാസ്സുകളല്ല, പ്രൊഫഷണലായ ആൾക്കാർ, പൊതുവെ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, പല പ്രൊഫഷണലുള്ള എന്ന് വെച്ചാൽ ഫിലിം ഫീൽഡ്, അങ്ങനെ എല്ലാ പ്രൊഫഷണലുള്ള ആൾക്കാർ കോഴ്സ് എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ 30 ഡേ വാട്സാപ്പ് കോഴ്സും ഉണ്ട്, 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ചേരുക, ഇപ്പോൾ നിങ്ങൾ പ്രൊഫഷണലായ ആളാണ്, നിങ്ങൾ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണ്, വിദേശത്താണോ ഒക്കെ അങ്ങനെയാണ് നിങ്ങളെ അവസ്ഥയെങ്കിൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ജീവിതത്തിൽ കുറേ ആവശ്യം വരുന്ന ഒരാളാണെങ്കിൽ 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് എടുക്കുക. അതാണെങ്കിൽ ഒരൊറ്റ കോഴ്സ്. നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, കുറേ കോഴ്സുകൾ എടുത്തു, 5-6 കോഴ്സുകളൊക്കെ സ്ഥാപനങ്ങളുടെ പേരൊക്കെ ചെയ്തിട്ട് എനിക്ക് അയക്കാറുണ്ട്. ഞാൻ എന്താ ചെയ്യുക, എനിക്കറിയാം കുറേ കാശ് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഒരു കോഴ്സ് കൃത്യമായി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇംഗ്ലീഷിന് വേറൊരു കോഴ്സ് അന്വേഷിച്ച് പോവില്ല. അത് ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സാണ്. അത് 2 പാർട്ടായിട്ട് വാങ്ങിക്കാം. ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇമെയിൽ അയച്ചാൽ അതിൻ്റെ ഒരു വിശദമായിട്ടൊരു ഇമെയിലായിട്ട് റിപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ ഞാൻ തന്നെയാണ് ഉത്തരം പറയണത്. വേറെ ആരും ഇങ്ങനെ ഓഫീസിലോ അങ്ങനെയൊന്നുമില്ല, ഞാൻ തന്നെയാണ്. ചെറിയൊരു സംരംഭമാണ് കേട്ടോ. 30 ഡേ വാട്സാപ്പ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് വാട്സാപ്പിന് വേണ്ടിയിട്ട്, വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, അങ്ങനെ തുടങ്ങിയതാണ്. അതും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് കുട്ടികളൊക്കെ പറഞ്ഞ് പഠിക്കില്ലേ, ഇംഗ്ലീഷല്ല ഏത് ഭാഷയാണെങ്കിലും കുട്ടികൾ പഠിക്കില്ലേ, അതേ ഒരു രീതിയിലാണ് അത് പോണത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കുന്ന നമ്പറിൽ, താഴെ കോമെൻറ്റിൽ നമ്പർ ഉണ്ടാവും, ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അതിന് റിപ്ലൈ ആയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതാണ് ഇംഗ്ലീഷ് കോഴ്സുകളുടെ ഡീറ്റെയിൽ. അത് വേണമെങ്കിൽ അവിടെ കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഹാവ് ആണ്. ഹാവിൻ്റെ 5 പ്രധാന യൂസസ് ഇതൊക്കെയാണ്. നമ്മൾ പൊസഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു കാര്യം നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അധികം ഇതിന് നമ്മൾ ഹാവ് ഉപയോഗിച്ചേ പറ്റൂ.
മനസ്സിലായോ? ഇപ്പോൾ വേറെ പലതിനും വേറെ പല വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇങ്ങനൊരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഹാവോ അല്ലെങ്കിൽ അതിൻ്റെ വകഭേദമായ ഹാസോ ആണ് വരിക. രണ്ടാമതാണ് ഹാവ് ടു. ഹാവ് ടു എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷനാണ് പറയണത്, എന്ന് വെച്ചാൽ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സംഭവം. അതൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഹാവ് നമ്മൾ പ്രധാനമായിട്ട് കാണുക. ഹാവ് കഴിഞ്ഞിട്ട് V3 വരുന്നത്, അത് എന്താ വരിക? അത് ഏത് ടെൻസാണത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഹാവ് കഴിഞ്ഞിട്ട് V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരിക. നാലാമത് എന്താ? ഹാവ് കഴിഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് വെച്ചാൽ V3 തന്നെ, പക്ഷേ ഈ ഹാവിൻ്റെയും V3ൻ്റെ ഇടയിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മെൻഷൻ ഉണ്ടാവും. അത് കോസറ്റീവ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതും എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അവസാനമായിട്ട് ഹാവ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറയാനും അതിനു വേണ്ടി ഹാവ് ഉപയോഗിക്കും. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, ആദ്യം എന്താ നമ്മൾ പഠിച്ചത്? ഹാവ് പൊസഷൻ. പൊസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് ഉണ്ടാവുക, പൊസസ് ചെയ്യുക. അപ്പോൾ പൊസഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പൊസഷൻ ഓണർഷിപ്പ്, എന്തെങ്കിലും നമ്മൾ ഓൺ ചെയ്യുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ റിലേഷൻഷിപ്സോ അല്ലെങ്കിൽ ഫീച്ചേഴ്സൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കൊരു കാറുണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം എനിക്കൊരു കാറുണ്ടെന്ന്. അപ്പോൾ എനിക്കുണ്ട്, മനസ്സിലായോ? ഒരു ഓണർഷിപ്പാണ്, ഞാൻ ഓൺ ചെയ്യുന്ന ഒരു കാർ. അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ് എ കാർ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും പറയില്ലേ ഹീ ഷീ ഇറ്റ് വരുമ്പം എസ് ചേർത്ത ഫോം ചേർക്കണമെന്ന് അല്ലേ? അപ്പോൾ അങ്ങനെ ഹാവിൻ്റെ എസ് ചേർത്ത ഫോമാണ് ഹാസ്. അവൾക്കൊരു കാറുണ്ടെന്ന് പറയാൻ ഷീ ഹാസ് എ കാർ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അവന് ഒരു കാറുണ്ട്, ഹീ ഹാസ് എ കാർ. ഹീ ഹാവ് എന്ന് പറയില്ല, ഹീ ഹാസ് എ കാർ. ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്. പക്ഷേ ഹീ ഷീ ഇറ്റ് ഹാസ് എ കാർ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം കസ്റ്റഡിയിൽ നമ്മുടെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനം എന്നുള്ള അർത്ഥത്തിലല്ലാണ്ട് ഇപ്പോൾ അവൾക്ക് 2 സഹോദരന്മാരുണ്ട് അങ്ങനെ പറയണം, കാറല്ല, സഹോദരന്മാരുണ്ട്. അപ്പോൾ നമ്മളെ ഓണർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, എന്നാൽ നമ്മുടെ ആണ് അല്ലേ? സഹോദരന്മാർ അനിയന്മാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ആണ് അല്ലേ? അപ്പോൾ അവൾക്ക് 2 സഹോദരന്മാരുണ്ടെന്ന് എങ്ങനെ പറയും? സഹോദരന്മാരെന്താ? ബ്രദേഴ്സ്. ഷീ ഹാസ് 2 ബ്രദേഴ്സ്. ഷീ ഹാസ് 2 ബ്രദേഴ്സ്. എനിക്ക് 2 സഹോദരന്മാരുണ്ടെന്ന് എങ്ങനെ പറയും? I have 2 brothers. ഓക്കെ, ഇനി അതുപോലെ ഫീച്ചേഴ്സ് പറയാൻ വേണ്ടിയിട്ട്, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യത്തിന് ഇങ്ങനൊരു സംഭവം അതിനുണ്ടെന്ന്. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ്, നല്ല ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ മറ്റേ വർക്കലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ആ ബീച്ചിൻ്റെ സൈഡിലായിട്ട് കാണാമല്ലോ. അപ്പോൾ നമ്മൾ പറയുകയാണ് ആ റെസ്റ്റോറൻറ്റിന് നല്ല വ്യൂ ഉണ്ട്. എങ്ങനെ പറയും? ദാറ്റ് റെസ്റ്റോറൻറ്റ് ഹാസ് എ നൈസ് വ്യൂ. ദാറ്റ് റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചൊരു വസ്തു അല്ലേ? അപ്പോൾ ഇറ്റ് പോലെയാണ് നമ്മൾ കണക്കാക്കുക. അതാണ് ഹാസ് വരുന്നത്. ദാറ്റ് റെസ്റ്റോറൻറ്റ് ഹാസ് എ നൈസ് വ്യൂ. നല്ല വ്യൂ ഉണ്ട് അതിന്. അപ്പോൾ എന്താ ഉള്ളത്? അതിൻ്റെ ഓണർഷിപ്പിലുള്ളതാണോ അല്ലെങ്കിൽ അതിന് സ്വന്തമായിട്ടുള്ളതാണോ? അങ്ങനെ ആരർത്ഥമല്ല, അതിനുണ്ട് എന്ന് വെച്ചാൽ അതിനൊരു നല്ല വ്യൂ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ട്, അങ്ങനെ ഉദ്ദേശിക്കാണ് നമ്മൾ. എന്തെങ്കിലും നമ്മൾ മലയാളത്തിലെല്ലാം എല്ലാം ഉണ്ട് എന്ന് ഞാൻ പറയാം. അപ്പോൾ ദാറ്റ് റെസ്റ്റോറൻറ്റ് ഹാസ് എ നൈസ് വ്യൂ. മനസ്സിലായോ? അപ്പം ഇങ്ങനെ എന്തെങ്കിലും നമുക്കുണ്ട്, അയാൾക്കുണ്ട്, അവർക്കുണ്ട്, അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിനുണ്ട്, ബസ്സിനുണ്ട്, ബസ്സിന് 2 എന്താ പറയുക, എന്താണല്ലേ, 2 കൊമ്പുണ്ട്, ഇങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് ഹാസ് അല്ലെങ്കിൽ ഷീ ഹാസ്, ഹീ ഹാസ്, അല്ലെങ്കിൽ ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ് എന്ന് പറഞ്ഞിട്ട് എന്താ സാധനം ഉള്ളത് അത് പറയാം. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു സംഭവമാണ് എന്താണ്? എല്ലായ്പ്പോഴും നമുക്ക് ഉണ്ടാകുന്നൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറയില്ലേ, അതും ഇതുപോലെ തന്നെ പറയാം. അപ്പോൾ നമ്മുടെ വൈഫൈക്ക് വീണ്ടും പ്രശ്നമുണ്ട് എന്ന് പറയാൻ എങ്ങനെ നമ്മൾ പറയും? നമ്മുടെ വൈഫൈക്ക് വീണ്ടും പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ വൈഫൈക്ക് പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലല്ല ഇംഗ്ലീഷിൽ പറയാം. നമുക്ക് വൈഫൈ കൊണ്ടൊരു പ്രശ്നമുണ്ട് വീണ്ടും എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ആർക്കാ പ്രശ്നമുള്ളത്? നമുക്ക്. ഓക്കെ, അങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, എന്തുകൊണ്ട്? വിത്ത് ദ വൈഫൈ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ട് വിത്ത് ദ വൈഫൈ, വീണ്ടും എന്ന് പറയാൻ അഗെയിൻ, വിത്ത് ദ വൈഫൈ അഗെയിൻ. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഡാഷ് 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 വിത്ത് ദ വൈഫൈ അഗെയിൻ. നമുക്ക് വൈഫൈ കൊണ്ടിട്ട് വീണ്ടും ഒരു പ്രോബ്ലം ആയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയോ? ആ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയി എന്ന് എനിക്ക് മനസ്സിലാവും. ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ, അതാണ് എനിക്ക് വോയിസ് ഒക്കെ ഇടയ്ക്ക്
മാറി വരുന്നേ ഉള്ളൂ. ഉടനെ മാറുമെന്ന്, നന്നായി ആരോഗ്യം വയ്ക്കുമെന്ന് വിചാരിക്കണു. ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പായി ഇപ്പം, അതുകൊണ്ടാണ്. എന്തായാലും ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതിയിടണേ. ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക്. വൈഫൈക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ വൈഫൈ ഹാസ് എ പ്രോബ്ലം. പക്ഷെ വൈഫൈക്ക് പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിലല്ല നമ്മൾ പൊതുവെ പറയുക. നമുക്ക് വൈഫൈ കൊണ്ടൊരു പ്രോബ്ലം വീണ്ടും ഉണ്ട്. അപ്പോൾ ആർക്കാണ് പ്രോബ്ലം ഉള്ളത്? നമുക്കെന്ന് പറയാൻ അത് നിങ്ങൾ എഴുതും, നിങ്ങൾക്ക് അറിയാതെ. ഓക്കെ, അടുത്ത ഹാവിൻ്റെ ഇതാണ്. നമുക്കത് ചെയ്തേ പറ്റൂ, നിർബന്ധമായും ചെയ്തേ പറ്റൂ എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ട് എപ്പോഴും അത് ഉപയോഗിക്കുന്ന ഫോം ഹാവ് ടു, അത് കഴിഞ്ഞിട്ടാണ് വേർബ് വരിക. ഓക്കെ, നമ്മൾ ചെയ്തേ പറ്റും, നിർബന്ധമായും ചെയ്തേ പറ്റൂ, അതാണ് എപ്പോഴും ആലോചിക്കേണ്ടത്. നിർബന്ധമായും ചെയ്തേ പറ്റൂ. ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരാൾ നല്ലൊരു ക്വസ്റ്റ്യൻ കോമൻറ്റിൽ ഇട്ടിരുന്നു. അതിന് ഉത്തരം നിങ്ങളുടെ ഉത്തരം ഞാൻ പറഞ്ഞു തന്നിട്ടില്ല തോന്നുന്നു. എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് പറഞ്ഞോന്ന് ഓർമ്മയില്ല, പക്ഷേ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. എന്താന്ന് ഷുഡും ഹാവ് ടു കൂടെ ഒരു ഡൗട്ടായിരുന്നു. നല്ല ചോദ്യമായിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഹാവ് ടു പറയാം. എനിക്ക് ഹോംവർക്ക് ഫിനിഷ് ചെയ്തേ പറ്റൂ, തീർത്തേ പറ്റൂ, അയ്യോ നാളെ ടീച്ചർ കൊണ്ടുവന്നില്ലെങ്കിൽ കൊല്ലും, അങ്ങനെ പറയില്ലേ. അപ്പോൾ എനിക്കത് ചെയ്തേ പറ്റൂ, നിർബന്ധമായും ചെയ്തേ പറ്റൂ. അപ്പോൾ ഐ ഹാവ് ടു എന്നിട്ട് വേർബ് എന്താ ചെയ്യേണ്ടത്? ഫിനിഷ് മൈ ഹോം വർക്ക്. ഐ ഹാവ് ടു ഫിനിഷ് മൈ ഹോം വർക്ക്. അയ്യോ ഇന്ന് 12 മണിയല്ല 1 മണി ആയാലും തീർത്തേ പറ്റൂ. ഐ ഹാവ് ടു ഫിനിഷ് മൈ ഹോം വർക്ക്. മനസ്സിലായോ? അപ്പോൾ അത് വളരെ ഒരു കഷ്ടപ്പാടാണ്. നമുക്ക് ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷേ വേറെ ആർക്കോ വേണ്ടി നമ്മളിത് ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ് ഐ ഹാവ് ടു ഡു ഇറ്റ്. അല്ലെങ്കിൽ അവൾക്ക് നേരത്തെ രാവിലെ എഴുന്നേറ്റേ പറ്റൂ, പോകാനുള്ളതാണേ, നേരത്തെ എഴുന്നേറ്റേ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവൾ എന്നൊക്കെ ആകുമ്പോൾ ഹാസ് വരണം. അങ്ങനെ പറയാ, ഷീ ഹാസ് ടു എഴുന്നേൽക്കുക, ഉണരുക, വേക്കപ്പ് നേരത്തെ, ഏർലി ടുമോറോ. ഷീ ഹാസ് ടു വേക്കപ്പ് ഏർലി ടുമോറോ. നാളെ അവൾക്ക് നേരത്തെ ഉണർന്നേ പറ്റൂ. എങ്ങനെ ഉണർന്നില്ലെങ്കിൽ അവളുടെ ജീവിതം കഷ്ടപ്പാടാവുക, ഉണർന്നേ പറ്റൂ. ഷീ ഹാസ് ടു വേക്കപ്പ് ഏർലി ടുമോറോ. അപ്പോൾ നിർബന്ധമായും നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് അതാണ് ശ്രദ്ധിക്കേണ്ടത്. സംബഡി ഹാസ് ടു അല്ലെങ്കിൽ ഐ ഹാവ് ടു എന്താ ചെയ്യുന്ന പ്രവൃത്തി, അങ്ങനെ അതാണ് അതിൻ്റെ ഫോം വരിക കേട്ടോ, സെൻറ്റൻസ് സ്ട്രക്ചർ വരിക. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് എന്ന് വെച്ചാൽ അങ്ങനെ വരിക. നെഗറ്റീവ് എങ്ങനെ ഉണ്ടാക്കുക? വി ഹാവിൻ്റെ അല്ല, എപ്പോഴും ഹാവ് ഒരു വേർബായി വരുമ്പം അതിൻ്റെ നെഗറ്റീവ് വരിക വി ഡോണ്ട് ഹാവ് ടു. ഓക്കെ, എനിക്ക് നേരത്തെ പറഞ്ഞില്ലേ, എനിക്കൊരു 2 സഹോദരിമാർ എനിക്കുണ്ടെന്ന് പറയണമെങ്കിൽ ഐ ഹാവ് 2 സിസ്റ്റേഴ്സ്. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഇല്ല എന്ന് പറയണമെങ്കിലോ ഐ ഡോണ്ട് ഹാവ് 2 സിസ്റ്റേഴ്സ്. അതാണ് വേറൊരു എപ്പോഴും വരുന്നൊരു ചോദ്യം. ഐ ഹാവിൻറ്റ് 2 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഐ ഹാവ് നോട്ട് 2 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞോളൂ, പറ്റില്ല. ഐ ഡോണ്ട് ഹാവ് നെഗേറ്റ് ചെയ്യണമെങ്കിൽ ഐ ഡോണ്ട് ഹാവ്. ഷീ ആണെങ്കിൽ ഷീ ഡസിൻറ്റ് ഹാവ്. കേട്ടോ, അവിടെ നമ്മൾ ഡസിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹാസ് ആക്കരുത്. ഷീ ഡസിൻറ്റ് ഹാവ് 2 സിസ്റ്റേഴ്സ്. He doesn't have 2 sisters. I don't have 2 sisters. മനസ്സിലായോ? ഹാവ് നെഗേറ്റ് ചെയ്യുന്നതിനാണ് മനസ്സിലായത്. ഐ ഡോണ്ട് ഹാവ്, ഷീ ഡസിൻറ്റ് ഹാവ്, അങ്ങനെയാണ് നെഗേറ്റ് ചെയ്യുക സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ നെഗേറ്റ് എങ്ങനെയാണ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾ ഇമ്പോർട്ടൻ്റായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹാവ് ടുവിൻ്റെ നെഗേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഐ ഹാവ് ടു ഗോ എന്ന് വെച്ചാൽ എനിക്ക് പോയേ പറ്റൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഡോണ്ട് ഹാവ് ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വരിക? എനിക്ക് പോവാൻ പറ്റിയേയില്ല, അങ്ങനെയൊന്നുമല്ല. എന്തായിരിക്കുന്നത്? അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഐ ഡോണ്ട് ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണമെന്നില്ല, പോയോണ്ട് പ്രശ്നമില്ല, പോകണമെന്നില്ല. മനസ്സിലായോ? നിർബന്ധമായും ചെയ്തേ പറ്റൂ എന്നുള്ള ആ സെൻറ്റൻസിൻ്റെ നെഗേറ്റ് ചെയ്യുമ്പോൾ, എന്ന് വെച്ചാൽ നെഗറ്റീവ് ഉണ്ടാക്കുമ്പം എനിക്കത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നുള്ളൊരു അർത്ഥമാണ്. എപ്പോഴും ശ്രദ്ധിക്കണേ, കാരണം തിരിച്ചു വരുമ്പോൾ പലർക്കും അർത്ഥം മാറിപ്പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഫുഡ് കൊണ്ടുവരേണ്ട കാര്യമില്ല, കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ പറയുന്നത്? നമ്മുടെ സ്വന്തം ഭക്ഷണം കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്വന്തം ഭക്ഷണം കൊണ്ടുവരണം എന്നിങ്ങനെ പറയും. എല്ലാവരും സ്വന്തം ഭക്ഷണം കൊണ്ടുവരണേ. അപ്പോൾ നമ്മൾ പറയാം, നമ്മൾ സ്വന്തം ഭക്ഷണം കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ പറയുന്നത്? വി ഹാവ് ടു ബ്രിങ് അവർ ഓൺ ഫുഡ്. നമ്മൾ നമ്മുടെ സ്വന്തം ഭക്ഷണം കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു ബ്രിങ് അവർ ഓൺ ഫുഡ്. നമ്മുടെ സ്വന്തം ഭക്ഷണം, അവർ ഓൺ ഫുഡ്. ഓക്കെ, എനിക്ക് മോനെ 3 മണിക്ക് സ്കൂളിൽ നിന്ന് എടുക്കണം, അങ്ങനെ പറയാം. ഒരു ആളെ എവിടെന്നെങ്കിലും എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ടു പിക്കപ്പ് എന്നുള്ള ആ ഫ്രേസ് ഉപയോഗിക്കുക. ഐ ഹാവ് ടു ക്യാച്ച് ഹിം എന്നൊന്നും പറയരുത് കേട്ടോ. ഐ ഹാവ് ടു ടേക്ക് ഹിം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ പിക്കപ്പാണ് നല്ല
വാക്ക്. ഐ ഹാവ് ടു പിക്ക് അപ്പ് മൈ സൺ എവിടുന്ന്? ഫ്രം സ്കൂൾ. എത്ര മണിക്ക്? അറ്റ് 3. ഐ ഹാവ് ടു പിക്ക് അപ്പ് മൈ സൺ ഫ്രം സ്കൂൾ അറ്റ് 3. എനിക്ക് അത് ചെയ്തേ പറ്റൂ, നിർബന്ധമാണ്. കുട്ടീനെ 3 മണിക്ക് സ്കൂളിൽ വിടുന്നു, നേരത്തെ വിടുന്നു പറഞ്ഞാണ്, ലേറ്റ് ആകാൻ പറ്റില്ല. ഐ ഹാവ് ടു ഡു ദാറ്റ്, അല്ലേ? ഐ ഹാവ് ടു പിക്ക് അപ്പ് മൈ സൺ ഫ്രം സ്കൂൾ അറ്റ് 3. ഇനി ഇതൊരു ചോദ്യമാണെങ്കിലോ, നമ്മൾ സ്വന്തം വാട്ടർ ബോട്ടിൽ കൊണ്ടുവരണോ? അങ്ങനെ ചോദിക്കും. ചോദ്യം ചോദിക്കുമ്പം ആ നെഗേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച സംഭവമില്ല, അത് എപ്പോഴും തലയിൽ വന്നാൽ മതി. നമ്മൾ ചെയ്യണമെന്ന് പറയാൻ, ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാൻ വി ഡോണ്ട് ഹാവ് ടു. ചോദ്യം വരുമ്പം ഡു വി ഹാവ് ടു. മനസ്സിലായോ? ഷീ ആണെങ്കിലോ ഡസ് ഷീ ഹാവ് ടു. മനസ്സിലായോ? അത് ചെയ്യണോ എന്ന് ചോദിക്കാം. ഡു വി ഹാവ് ടു ബ്രിങ്, കൊണ്ടുവരണോ? ഡു വി ഹാവ് ടു ബ്രിങ് അവർ ഓൺ വാട്ടർ ബോട്ടിൽസ്. ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റാണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ ഈ പോർഷൻ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാവ് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു കോൺഫിഡൻസ് വരില്ല. അതിൽ ഹാവിൽ ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചിരുന്ന ഈ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. വേറെ അപ്പുറത്തൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം. ഓക്കെ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണോ എന്ന് ചോദിക്കാൻ ഡു വി ഹാവ് ടു ഡു ദിസ്. അപ്പോൾ ഡു വി ഹാവ് ടു എന്താ ചെയ്യേണ്ടത്? കൊണ്ടുവരണോ? ബ്രിങ് എന്ത്? നമ്മുടെ സ്വന്തമായ വെള്ളക്കുപ്പി. അവർ ഓൺ വാട്ടർ ബോട്ടിൽസ്. ഡു വി ഹാവ് ടു ബ്രിങ് അവർ ഓൺ വാട്ടർ ബോട്ടിൽസ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കട്ടെ. ഷുഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഷുഡ് ചെയ്തേ പറ്റൂ, അല്ല ചെയ്യണം, നിർബന്ധമാണ്. അപ്പോൾ ഈ ഹാവ് ടു എന്ന് പറഞ്ഞാലും യു ഹാവ് ടു ഡു ഇറ്റ്, യു ഷുഡ് ഡു ഇറ്റ്, ഇതൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം വ്യത്യാസം ഉണ്ടോ? ഇതാണെന്നു കുറച്ച് മുമ്പ് ഒരാൾ ചോദിച്ച ചോദ്യം കോമെൻറ്റിൽ. അപ്പോൾ യു ഷുഡ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നീ ചെയ്യണം. യു ഹാവ് ടു ഡു ഇറ്റ്, ചെയ്തില്ലെങ്കിൽ കുറച്ച് പാടുപെടും കേട്ടോ നീ എന്നുള്ളൊരു ധ്വനി അതിൽ വരും. ചെയ്തേ പറ്റൂ. അപ്പോൾ നീ അത് ചെയ്യണം, യു ഷുഡ് ഡു ഇറ്റ്. ചെയ്തേ പറ്റൂ, യു ഹാവ് ടു ഡു ഇറ്റ്. അതാണ് ആ ധ്വനിയുടെ വ്യത്യാസമാണ്. ഹാവ് ടു ഇത്തിരി കൂടെ കടപ്പം കൂടി ഉണ്ട്, അല്ലേ? പക്ഷേ ചോദ്യം വരുമ്പോഴോ, ഡു ഐ ഹാവ് ടു ഡു ഇറ്റ്, ഷുഡ് ഐ ഡു ഇറ്റ്, ഈ രണ്ടിൻ്റെയും വ്യത്യാസം എന്താ? ഇതും ശ്രദ്ധിക്കണം. ഈ ഹാവ് ടു വരുമ്പോഴാണ് ശരിക്കും ആ മീനിങ് ചേഞ്ചായി പോരുതല്ലോ, നമ്മൾ മനസ്സിലാക്കുന്ന മീനിങ് തെറ്റിപ്പോരുത്. അതാണ് അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതൊരു കോൺടെക്സ്റ്റ് വെച്ച് മനസ്സിലാക്കാം. ഡു ഐ ഹാവ് ടു ഡു ഇറ്റ് എന്ന് വെച്ചാൽ ഞാനത് ചെയ്യണോ? ഡു ഐ ഹാവ് ടു ഡു ഇറ്റ്, ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവുമോ? ഡു ഐ ഹാവ് ടു ഡു ഇറ്റ്, നാളെ തന്നെ പോകണോ? ഡു ഐ ഹാവ് ടു ഗോ ടുമോറോ ഇറ്റ് സെൽഫ്, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഡു ഐ ഹാവ് ടു, മനസ്സിലായോ? നമുക്ക് താല്പര്യമില്ല, ചെയ്യണോ? അതാണ് ആ ചോദ്യം. ഷുഡ് ഐ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ചെയ്യണമെന്നാണ് അർത്ഥം. പക്ഷേ നമ്മൾക്ക് അത് ചെയ്യാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ആ സെൻറ്റൻസിൽ തോന്നുന്നില്ല. ഷുഡ് ഐ ഡു ഇറ്റ്, ഞാനത് എടുക്കണോ? പിന്നെ എടുക്കാൻ പാടില്ലാത്ത വല്ല സാധനമാണോ? അതുകൊണ്ട് നമുക്കൊരു ചോദിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഷുഡ് ഐ ഡു ഇറ്റ്, അത് എവിടെ സ്ട്രെസ് ചെയ്യണു എന്നുള്ളതനുസരിച്ച് അതിൻ്റെ മീനിങ് വരും. ഷുഡ് ഐ ഡു ഇറ്റ്, ഞാനത് ചെയ്യണോ? അതോ അവനെടുത്താൽ മതിയോ? മനസ്സിലായോ? ഷുഡ് ഐ ഡു ഇറ്റ് എന്നൊക്കെ വെച്ചാൽ ഞാനത് ചെയ്യണോ? അങ്ങനെ ആ എവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യണോ അതനുസരിച്ച് അർത്ഥം മാറും. ഇപ്പോൾ ഷുഡ് ഐ ഡ്രിങ്ക് ഇറ്റ്, ഞാനത് കുടിക്കണോ? ഷുഡ് ഐ ഡ്രിങ്ക് ഇറ്റ്, ഞാനത് കുടിക്കണോ? ഞാൻ വിചാരിച്ചു അത് പരട്ടാനുള്ളതാണെന്ന്, കുടിക്കണോ അത്? മനസ്സിലായോ? ആ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണമെങ്കിൽ ഡ്രിങ്ക് അല്ലെങ്കിൽ അവിടെ ഫോക്കസ് ചെയ്യുക വേർബിൻ്റെ മുകളിൽ. ഞാനാണോ അത് ചെയ്യേണ്ടത്? ഷുഡ് ഐ ഡു ഇറ്റ്, അങ്ങനെ. പക്ഷേ ഡു ഐ ഹാവ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. ശരിക്കും ഞാനത് ചെയ്യണോ? നിങ്ങൾ തറപ്പിച്ച് പറയും, ഞാൻ ചെയ്യണോ? അത് ചെയ്യാതിരിക്കാനൊരു വഴി ഉണ്ടാവുമോ എന്നുള്ളൊരു ഫീലിംഗ് അവിടെ കൂടുതൽ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺടെക്സ്റ്റ് അനുസരിച്ച് ഇതിലേതെങ്കിലും ഉപയോഗിക്കണം. ഇപ്പം നമുക്ക് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് രാത്രി, ആ കുട്ടി പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ആ കുട്ടി ബസ് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞാൻ ഒന്ന് കൂടെ പോകണോ? അവിടെ എന്താ പറയുക? നമുക്ക് ആഗ്രഹമുണ്ട് കുട്ടീനെ സഹായിക്കണമെങ്കിൽ വേണമെങ്കിൽ പോകും. നമ്മുടെ നാട്ടിൽ ഒരു അതിഥിയായിട്ട് വന്നല്ലേ, വേണമെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെ ഞാൻ കൂടെ പോകും. അപ്പോൾ നമ്മൾ ഏതാ പറയുക? ഷുഡ് ഐ ഗോ വിത്ത് ഹെർ, ഞാൻ പോകണോ അവളുടെ കൂടെ എന്ന് ചോദിക്കാം. ഷുഡ് ഐ എന്ന് വെച്ചാൽ നമുക്കത് ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. ഷുഡ് ഐ, പക്ഷെ നിങ്ങൾക്ക് ഞാനങ്ങനെ ചെയ്യുന്നത് ഒരു മോശം കാര്യമാണ്, ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഷുഡ് ഐ ഡു ഇറ്റ് കേട്ടോ. പക്ഷേ ഡു ഐ ഹാവ് ടു ഗോ വിത്ത് ഹെർ എന്ന് ചോദിച്ചാൽ എനിക്കിത് ഒരു താല്പര്യമില്ല, അവൾ എങ്ങനെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യട്ടെ, എനിക്കെന്തിനാണ് അവളുടെ പുറകെ പോകണേ? എനിക്കിവിടെ TV കാണണ്ടായിരുന്നു. ഡു ഐ ഹാവ് ടു ഡു ഇറ്റ്, അർത്ഥം മാറിപ്പോയി കണ്ടോ. അതുകൊണ്ടാണ് എടുത്ത് ഇത്രയും ലെങ്ത്തിൽ പഠിപ്പിക്കണേ. ഡു ഐ ഹാവ് ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും താല്പര്യമില്ല ആശാനെ. ഷുഡ് ഐ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിചാരമൊന്നുമില്ല, വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ എന്നുള്ള രീതിയിൽ തന്നെയാണത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ഒരു യൂസ് എന്താ? ഹാവ് കഴിഞ്ഞിട്ട് V3 വരുന്നത്.
ഇതാണ് വേറൊരു ഹാവിൻ്റെ, ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുണ്ടാവും. ഈ ചാനൽ കുറച്ചായി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുണ്ടാവും. ഇത് നമ്മൾ പൊതുവെ പ്രസൻറ്റ് പെർഫെക്റ്റ് എപ്പോഴാണ് ഉപയോഗിക്കുക? നമ്മുടെ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള എന്തെങ്കിലും ഒരു റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ. ഇപ്പോൾ നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ദാറ്റ് മൂവി? ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി. ഐ ഹാവ് സീൻ, ആ സീനാണ് ഈ V3. സി കാണുക, അതിൽ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ സീൻ V3. ഈ V3 അറിയില്ലെങ്കിൽ അതിൻ്റെ ഒരു PDF ഞാൻ കോമെൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പൊതുവേ ജീവിതത്തിൽ വരുന്ന അത്യാവശ്യം ഉപയോഗിക്കുന്ന വേർബ്സ് ഒക്കെ അതിലുണ്ട്. അതിൻ്റെ V1 V3 ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ V3 എന്താണെന്നുള്ളത് വായിൽ വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. PDF ഡൗൺലോഡ് ചെയ്ത് വായിച്ചോളൂ. അപ്പോൾ ഐ ഹാവ് സീൻ ദാറ്റ് മൂവി, ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് പറയില്ലേ, അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവളൊരിക്കലും ലണ്ടനിൽ പോയിട്ടില്ല, അതിന് പറയാം ഷീ ഹാസ് ഒരിക്കലും നെവർ വിസിറ്റഡ് ലണ്ടൻ. അപ്പോൾ ഷീ ഹാസ് നോട്ട് നെവർ വിസിറ്റഡ്, നോട്ട് വേണ്ടെന്ന് ഒരാൾക്കെങ്കിലും സംശയം തോന്നുന്നു. നെവർ വരുമ്പോൾ പിന്നെ നമ്മൾ അവിടെ നെഗറ്റീവിന് വേറെ ഒന്നും വേണ്ട. നെവർ എന്ന് വെച്ചാൽ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പിന്നെ അവിടെ നോട്ട് വേണ്ട. ഷീ ഹാസ് നോട്ട് വിസിറ്റഡ് ലണ്ടൻ എന്ന് വെച്ചാൽ അവൾ ലണ്ടൻ വിസിറ്റ് ചെയ്തിട്ടില്ല. ഒരിക്കലും എന്നുള്ള അർത്ഥം വരാനാണ് നെവർ. ഷീ ഹാസ് നെവർ വിസിറ്റഡ് ലണ്ടൻ. അപ്പോൾ ഷീ ഹാസ്, മനസ്സിലായോ? നെവർ കഴിഞ്ഞിട്ട് ആ V3 വിസിറ്റഡ് V3 ആണ്. പാസ്റ്റ് ഫോമും V3 ഒക്കെ വിസിറ്റഡ് ആണ്. അത് നിങ്ങൾ ആ PDF നോക്കുമ്പോൾ മനസ്സിലാവും. ഈ V3 ചില സമയത്ത് പാസ്റ്റ് ഫോമിനെ പോലെ ഇരിക്കും, ചിലപ്പോൾ അത് പ്രസൻറ്റിനെ പോലെ ഇരിക്കും. അതുകൊണ്ടൊന്ന് വായിച്ച് നോക്ക്, നന്നായിരിക്കും. ഇപ്പം റണ്ണിൻ്റെ ഒക്കെ V3 റാൻ അല്ല, റൺ തന്നെയാണ്. കമ്മിൻ്റെ അതെ, കം കെയിം കം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കും? ഒന്ന് വായിച്ചു നോക്കിയാൽ പിടികിട്ടും. നമ്മൾ ഉത്തരം പറഞ്ഞു പോകുമ്പോൾ അയ്യോ അതങ്ങനെയല്ലേ എന്നുള്ള ആ ഒരു ബോധത്തിൽ നമുക്ക് പിടികിട്ട് പോകും ഇത് ഡിഫറെൻ്റ് ആണല്ലേ എന്ന്. കുറച്ചെണ്ണേ ഉള്ളൂ. പൊതുവെ എല്ലാം ഇങ്ങനെ പാസ്റ്റ് പോലെ ഇരിക്കുക. പിന്നെ ചിലതൊരു പ്രത്യേക ഫോം, ടേക്കൻ, ഈറ്റൻ, സീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോം അത് വരും. ഓക്കെ, നമ്മുടെ ഒരു നെയ്ബർ ഉണ്ട്. അവർക്ക് കുറേ പേര് സന്ദർശകർ കുറേ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ വീട്ടിലേക്ക്. എന്താണോ ലോട്ടറി അടിച്ചണോ? അപ്പോൾ നമ്മൾ പറയാണ് they've had a lot of visitors lately. They have had, അതാണ് they've had. അപ്പോൾ സംശയമുള്ളത് എന്താണ് ഈ ഹാഡ്? ഹാവിൻ്റെ V3 ഹാഡാണ്. ഓക്കെ, അപ്പോൾ ടു ഹാവ് എ ലോട്ട് ഓഫ് വിസിറ്റേഴ്സ് എന്ന് വെച്ചാൽ കുറേ സന്ദർശകർ വരിക. അപ്പോൾ അതിൻ്റെ V3, ഹാവിൻ്റെ V3 ഹാഡ്. ദേ ഹാവ് ഹാഡ്, ഇതാണ് ഈ ഹാവിൻ്റെ ഒരു പ്രശ്നം. അവിടെ എന്തിനാ ഇപ്പോൾ 2 ഹാവിൻ്റെ V3 വന്നത്? എടോ, ദേ ഹാവ് ഈറ്റൺ അല്ലെങ്കിൽ ദേ ഹാവ് വിസിറ്റഡ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ വിസിറ്റിൻ്റെ V3 ആണ് വിസിറ്റഡ്, ഈറ്റിൻ്റെ V3 ആണ് ഈറ്റൺ. അതുപോലെ ഹാവിൻ്റെ ഒരു V3, ഹാവ് ഒരു വേർബായിട്ടും വരാമല്ലോ. ഹാവ് എ ലോട്ട് ഓഫ് വിസിറ്റേഴ്സ് എന്നുള്ള ആ ഒരു ഫ്രേസിൻ്റെ അർത്ഥം വിസിറ്റേഴ്സ് കുറേ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ V3 എടുക്കണം നമ്മൾ. ദേ ഹാവ് കഴിഞ്ഞാൽ പിന്നെ V3 വരണം. ദേ ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് വിസിറ്റേഴ്സ് ലേറ്റ്ലി. ഓക്കെ, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ്ലി ഈ ഹാവിൻ്റെ യൂസ് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളാണെങ്കിൽ മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ് പലർക്കും. അതെനിക്ക് കുറേ പേര് പേഴ്സണലായിട്ട് തന്നെ പറയാറുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് വളരെയധികം കുറേ കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലല്ലോ. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, കമൻറ്റിൽ കൊടുക്കാം. 4ാമത്തെ ഹാവ് കഴിഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V3 തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കോസറ്റീവ് ഹാവ് ആണെന്ന്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം വേറൊരാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാം എന്ന് വെച്ചാൽ, ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കാറ് കഴുകാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ അറേഞ്ച് ചെയ്യാം. അങ്ങനെ ചെയ്യില്ലേ, അത് പറയാൻ വേണ്ടി, അതാണ് ഈ കോസറ്റീവ് എന്ന് പറഞ്ഞാൽ. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാവ് എന്ന് ഉപയോഗിക്കും. ഹാവ് കഴിഞ്ഞ് ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് V3. ഒരു സെൻറ്റൻസ് നോക്കിക്കോളൂ. ഐ ഹാഡ് മൈ കാർ വാഷ്ഡ് യെസ്റ്റർഡേ. ഒറ്റ നോട്ടെന്ന് പറഞ്ഞാൽ ഐ ഹാഡ് മൈ കാർ വാഷ്ഡ് യെസ്റ്റർഡേ. ഇതിലിപ്പോൾ എന്താ ഇപ്പോൾ ഇതിലെ കാർ ഞാൻ കഴുകിയതല്ലേ ഉള്ളൂ? അല്ല, ഞാനല്ല കഴുകിയത്, ഞാൻ വേറെ ആളെ കൊണ്ട് കഴുകിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ഹാഡ് മൈ സംതിങ് ഡൺ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ആരെയും കൊണ്ടോ ചെയ്യിപ്പിച്ചു. കണ്ടോ? ഐ വാഷ്ഡ് മൈ കാർ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഐ ഹാഡ് വാഷ്ഡ് മൈ കാർ എന്ന് പറഞ്ഞാൽ മതി. ആ കാറിൻ്റെ സ്ഥാനം മാറിയതോടുകൂടി അർത്ഥം മാറിയെന്നാണ് ഞാൻ പറയണത്. മനസ്സിലായോ? ഐ ഹാഡ് വാഷ്ഡ് മൈ കാർ യെസ്റ്റർഡേ എന്ന് വെച്ചാൽ എന്താ? ഞാൻ എൻ്റെ കാർ ഇന്നലെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് വാഷ്ഡ് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? ഐ ഹാവ് വാഷ്ഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ കഴുകിയിട്ടുണ്ട്. യെസ്റ്റർഡേ ഇന്നലെ ചെയ്ത കാര്യമായതുകൊണ്ട് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് വരാൻ പറ്റില്ല, പാസ്റ്റ് പെർഫെക്റ്റ് വേണം.
അപ്പോൾ നമ്മൾ ഹാഡ് വാഷ്ഡ് പറയാം. ഐ ഹാഡ് വാഷ്ഡ് മൈ, ഞാൻ ഇന്നലെ കാർ എൻ്റെ കഴുകിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഐ ഹാഡ് വാഷ്ഡ് മൈ കാർ യെസ്റ്റർഡേ. ഇവിടെ അതല്ല, ഐ ഹാഡ് മൈ കാർ വാഷ്ഡ് യെസ്റ്റർഡേ. എന്താണ് ഈ സെൻറ്റൻസ് ഇങ്ങനെയെന്നൊരു ഫസ്റ്റ് നമുക്കൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഉണ്ട്. കാരണം അർത്ഥം വേറെയാണ്. ഞാൻ ആരെയോ കൊണ്ടോ എൻ്റെ കാറ് കഴുകിപ്പിച്ചു ഇന്നലെ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഞാൻ കഴുകിയിട്ടില്ല എൻ്റെ കാറ്. ഷീ ഹാഡ് ഹെർ ഹെയർ കട്ട് ഷോർട്ട്. കണ്ടോ? ഷീ ഹാഡ് കട്ട് ഷോർട്ട് ഹെർ ഹെയർ എന്ന് പറഞ്ഞാൽ അവൾ അവളുടെ മുടി ഇന്ന് വെട്ടിയിട്ട് ചെറുതാക്കി. പക്ഷെ ഇത് അവളല്ല ചെയ്തത്. ഷീ ഹാഡ് എന്ത്? ഹെർ ഹെയർ കട്ട് ഷോർട്ട്. വേറെ ആരെയും കൊണ്ടോ ചെയ്യിപ്പിച്ചു എന്നാണ് അർത്ഥം. അത് ഇവിടെ വേറെ ആരെയും കൊണ്ടോ ചെയ്യിപ്പിച്ചു എന്നിട്ട് എവിടെ പറഞ്ഞേക്കണു ബൈ സമ്മൺ എന്നൊക്കെ എവിടെ? അതൊന്നും പറയേണ്ട. അതാണ് ഞാൻ പറയണത്. ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെ വന്നാൽ ഇത് നമ്മൾ വേറെ ആരെയും കൊണ്ടോ ചെയ്യിപ്പിച്ചു എന്നാണ് അർത്ഥം എന്ന്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയുന്ന കാരണം എന്നറിയോ, എൻ്റെ കോഴ്സിലും ചില ആൾക്കാരുണ്ട് അതെന്ത് അങ്ങനെ അത് പറഞ്ഞിട്ടില്ലല്ലോ, അത് അവിടെ മാറിയോണ്ട് അങ്ങനെ ആയോ, എന്നോട് തർക്കിക്കാൻ വരും. അങ്ങനെ അല്ല. ഞാൻ പറയും എൻ്റെ പൊന്നെ, ഞാൻ ഇതിനെ നിങ്ങളെ പൊട്ടത്തരം പഠിപ്പിച്ചിരുന്നത് ഞാൻ കറക്റ്റാണ് പറയണത്. നമ്മൾ ഇത്രയും കാലം ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ളതിൻ്റെ കൊണ്ട് അതില്ല എന്നുള്ളല്ലോ, നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ പൊട്ടയായിട്ട് പഠിച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും. അതോടുകൂടി പിന്നെ അവർ അങ്ങനെയല്ല ഞാൻ പറയും നോക്കി നോക്കൂ, ഏതെങ്കിലും ഒരു ഗ്രാമർ ബുക്ക് എടുത്ത് നോക്കി നോക്കൂ, വിശ്വാസമില്ലെങ്കിൽ. ഞാൻ എൻ്റെ കോഴ്സ് ഉണ്ടാക്കിയത് ധാരോ റിസർച്ച് ഉണ്ടാ. യൂട്യൂബ് ഒന്ന് പച്ചപ്പിടിച്ചപ്പോൾ പെട്ടെന്നൊരു കോഴ്സൊന്നും അല്ല. എൻ്റെ യൂട്യൂബ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, കുറേ വർഷം എടുത്തിട്ട് ഞാൻ അതിൻ്റെ മെറ്റീരിയൽ റെഡിയാക്കിയത്. യൂട്യൂബ് നല്ല സക്സസ്ഫുള്ളായി കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ കോഴ്സ് ഉണ്ടാക്കി തുടങ്ങിയത്. അത്രയും റിസർച്ച് ആയിരുന്നു. കാരണം പഠിപ്പിക്കുമ്പോൾ ഒന്നും തെറ്റിപ്പോരുത്, കറക്റ്റായിട്ട് പഠിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ പറയണത് ചിലപ്പോൾ ഇപ്പോഴും ചില ആൾക്കാർ കണ്ടുപിടിക്കും ഇത് എന്തോ പ്രശ്നം ആൾക്കാരില്ലെന്ന് തോന്നും. അത് ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഷീ ഹാഡ് ഹെർ ഹെയർ കട്ട് ഷോർട്ട് എന്ന് വെച്ചാൽ വേറെ ആരെ കൊണ്ടോ മുടി വെട്ടിപ്പിച്ചു, ചെറുതാക്കി വെട്ടിപ്പിച്ചു. ഷീ ഹാഡ് കട്ട് ഷോർട്ട് ഹെർ ഹെയർ എന്ന് വെച്ചാൽ അവൾ ഇരുന്ന് അവളുടെ മുടി വെട്ടി ചെറുതാക്കി എന്നാണ് അർത്ഥം. അവരവരുടെ വീട് പെയിൻ്റ് അടിപ്പിക്കുക എന്ന് പറയും. ആരെയും കൊണ്ടോ ചെയ്യിപ്പിക്കുകയാണ് അല്ലേ? അവർ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയല്ല, അവർ അടുപ്പിക്കുകയാണ്. അപ്പോൾ ദേ ആർ ഹാവിങ് ദെയർ ഹൗസ് പെയിൻറ്റഡ്. അവരവരുടെ വീട് പെയിൻ്റ് അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേ ആർ ഹാവിങ് ദെയർ ഹൗസ് പെയിൻറ്റഡ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട് പെയിൻ്റ് അടിപ്പിച്ചിരുന്നു. പെയിൻ്റ് അടിച്ചിരുന്നു എന്നല്ല, പെയിൻ്റ് അടിപ്പിച്ചിരുന്നു. അപ്പോൾ വി ഹാഡ് അവർ ഹൗസ് പെയിൻറ്റഡ് ലാസ്റ്റ് ഇയർ. അപ്പോൾ അവിടെ വി ഹാഡ് പെയിൻറ്റഡ് അവർ ഹൗസ് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു എന്നർത്ഥം അല്ലേ? വി ഹാഡ് പെയിൻറ്റഡ് അവർ ഹൗസ്. പക്ഷെ നമ്മളല്ല ചെയ്തെങ്കിൽ വി ഹാഡ് അവർ ഹൗസ് പെയിൻറ്റഡ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഇതിൻ്റെ ചോദ്യം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ആരെങ്കിലും കൊണ്ടും വീട് പെയിൻറ്റ് അടിപ്പിച്ചിരുന്നോ? ഡിഡ് യു ഹാവ് യുവർ ഹൗസ് പെയിൻറ്റഡ് ലാസ്റ്റ് ഇയർ? ഡിഡ് യു ഹാവ് യുവർ ഹൗസ് പെയിൻറ്റഡ് ലാസ്റ്റ് ഇയർ? നിങ്ങൾ ആരെങ്കിലും കൊണ്ട് നിങ്ങളുടെ വീട് പെയിൻറ്റ് അടിപ്പിച്ചിരുന്നോ? ഡിഡ് യു ഹാവ് യുവർ ഹൗസ് പെയിൻറ്റഡ് ലാസ്റ്റ് ഇയർ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ചോദ്യം, നിങ്ങൾക്കുള്ള ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പ് ആരെങ്കിലും കൊണ്ട് നന്നാക്കിപ്പിച്ചിരുന്നോ? ഡിഡ് യു? അത് ആണ് ചോദ്യം. ഉത്തരം എഴുതണം കേട്ടോ. ഇതൊക്കെ നമ്മൾ മെൻ്റലി ഓരോരോ കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ച് ചെയ്യുമ്പോഴാണ്, മെൻ്റൽ എക്സസൈസാണ് നമ്മളെ കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ആക്കുക. ചെയ്യാതിരിക്കരുത്, ചെയ്യണേ. ഉത്തരം എഴുതിയിടണേ. എഴുതിയിട്ട് തെറ്റിയാലൊന്നും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മുടെ ഈ ചാനലിൽ വഴിപോക്കനൊന്നും വരാറില്ല. ഇംഗ്ലീഷ് പഠിക്കാൻ ആത്മാർത്ഥമായ ആഗ്രഹമുള്ള കുറേ ആൾക്കാർ മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കാണുന്നത്. ഞാൻ നാട്ടിൽ പോയപ്പോഴൊക്കെ കുറേ പേരെ കണ്ടു. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്മാർ. അതുകൊണ്ട് ആരെങ്കിലും കണ്ട് എന്നെ കളിയാക്കോ അങ്ങനെയൊന്നും ഇവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. നല്ല ആൾക്കാർ, നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുന്നത്, നല്ല പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് എല്ലാം കമൻറ്റ് ചെയ്യാറ്. നിങ്ങൾ ഉത്തരം എഴുതിയിട്ട് തെറ്റുണ്ടെങ്കിൽ എനിക്ക് കണ്ടുപിടുന്ന എല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉത്തരം എഴുതിയിടണേ. അതൊരു നല്ല പ്രവൃത്തിയാണ്. അത് ചെയ്യുന്തോറും നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. ഓക്കെ, അടുത്തത് അവസാനത്തെ ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മീലോ എക്സ്പീരിയൻസ്, ഒരു ഇവൻറ്റിനെ കുറിച്ച് പറയണത്. പൊതുവെ ഹാവ് അല്ലെങ്കിൽ ഫുഡ്, മീൽ എന്ന് വെച്ചാൽ ഫുഡ്, അല്ലെങ്കിൽ ഒരു ഹാവ് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ പറയാറുണ്ട്. നമുക്ക് ലഞ്ച് ഒരുമിച്ച് കഴിക്കാം എങ്ങനെ പറയാം? നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്ന സെൻറ്റൻസുകൾ എങ്ങനെ തുടങ്ങുക ഓർമ്മയുണ്ടോ? ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് ലഞ്ച് ഒരുമിച്ച് കഴിക്കാം. ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗെദർ കേട്ടോ. ലെറ്റ്സ് ഹാവ് കഴിഞ്ഞിട്ട് എന്താ? ആ മീൽ, ലഞ്ച്. ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഉച്ചഭക്ഷണം കഴിക്കാം. ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗെദർ. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞില്ലേ,
വി ഹാഡ് എ ഗ്രേറ്റ് ടൈം അറ്റ് ദ പാർട്ടി. നല്ലൊരു സമയം നമുക്ക് എല്ലാവരും ഒരുമിച്ച് പാർട്ടിയിൽ നമുക്ക് നല്ലൊരു സമയമായിരുന്നു. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. അതിൻ്റെ അർത്ഥം എന്താ? ആയിരുന്നു, പാർട്ടി കഴിഞ്ഞു. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് അവിടെ ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാഡ് വന്നത്. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം അറ്റ് ദ പാർട്ടി. പാർട്ടി ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു എന്നർത്ഥം. അവൾ കുളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ പറയും. കുളിക്കുക എന്നുള്ളതിന് ടേക്ക് എ ബാത്ത് അല്ലെങ്കിൽ ടേക്ക് എ ഷവർ, ഹാവ് എ ഷവർ അല്ലെങ്കിൽ ഹാവ് എ ബാത്ത് എന്നൊക്കെ പറയാറുണ്ട്. നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ കുളിക്കുക കുളത്തിൽ പോയിട്ടല്ലല്ലോ. കുളത്തിൽ പോയി കുളിക്കുന്നവരുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. വീട്ടിൽ എന്നെ പോലെ കുളമൊന്നുമില്ല, ഷവറിൽ കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹാവ് എ ഷവർ അത് ഉപയോഗിച്ചോളൂ കേട്ടോ. ഹാവ് എ ഷവർ. അവൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ കണ്ടിന്യൂസ് ടെൻസാണ്. ഷീ ഈസ് ഹാവിങ് എ ഷവർ. ആ ഷീ ഈസ് ചുരുക്കിയിട്ട് ഷീസ് പറയാം. ഷീസ് ഹാവിങ് എ ഷവർ. ഷീസ് ഹാവിങ് എ ഷവർ. അവളോട് പോയി അവൾ വിളിക്ക്, ഷീസ് ഹാവിങ് എ ഷവർ. മനസ്സിലായോ? എന്തായാലും വരും, ഇതൊക്കെ വരും, ഈ സന്ദർഭമൊക്കെ എന്തായാലും വരും. വീട്ടിൽ കസിൻസൊക്കെ വന്നിട്ട് എവിടെ അവളെവിടെയെന്ന് ചോദിച്ചാൽ അയ്യോ ഇരിക്കി ഷീസ് ഹാവിങ് എ ഷവർ. നിങ്ങൾക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റിയ സംഭവം ഷീസ് ഹാവിങ് എ ഷവർ. കുളിച്ചോ? ഡിഡ് യു ഹാവ് എ ഷവർ? മനസ്സിലായോ? അപ്പോൾ 5 രീതികൾ ഹാവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രീതികളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ് ഒന്ന് ആലോചിക്കാം. ആർക്കും നിങ്ങൾ തോൽപ്പിക്കാൻ പറ്റില്ല. ഹാവ് പഠിച്ച് എനിക്കത് ഹാവ് അറിയാവുന്ന ആൾക്കാർക്ക് തന്നെ ഒരു ഹാവ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. സിമ്പിളാണ്. ഞാൻ സിമ്പിളാണെന്ന് പറയുന്നത് പഠിക്കാൻ അങ്ങനെ കാര്യമല്ല, ടെക്നിക്സാണ്. ഓരോന്നിനും ഓരോരോ ടിപ്സാണ്. ആ ടിപ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹോംവർക്ക് ക്വസ്റ്റൻ എഴുതിയാലേ നിങ്ങൾക്കത് മനസ്സിലായുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് പറ്റാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സംശയം പക്ഷേ സ്വാഭാവികമാണ്, വരാം. ആരെത്ര എക്സ്പ്ലെയിൻ ചെയ്താലും സംശയങ്ങൾ വരാം. അപ്പോൾ എന്ത് ചെയ്യും? ചോദിച്ചോളൂ, കമൻറ്റ് ചോദിച്ചോളൂ കേട്ടോ. ഇന്ന് അത്രേ ഉള്ളൂ. എൻ്റെ അസുഖമൊക്കെ മാറി കുറച്ചുകൂടെ നല്ല വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കണു. തണുപ്പായതുകൊണ്ടുള്ള ജലദോഷമാണ്, വേറെ അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ മാറില്ല. ജലദോഷം പിടിച്ചാൽ അങ്ങനെയല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.